ആദ്യമായിട്ട് എല്ലാവർക്കും വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. ഇവിടെ വന്ന് നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എസ്പെഷ്യലി ഇതെൻ്റെ ഒരു മൂന്നാമത്തെ പടമായിരുന്നു. അപ്പം അതിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടാനും ഒരു ദാസേട്ടനെ കാണാനും ആ ഒരു കഥ കേൾക്കാനും ഭയങ്കര ഒരു നിമിത്തമായിട്ട് തോന്നി. കാരണം ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കഥയും അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിരുന്നു അത്. അത് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ എന്തായിരുന്നു ചോദിച്ചത്? ഓക്കെ, ഒരുപാട് പുതിയ എന്താ പറയാ ആൾക്കാരിൽ നിന്നുള്ള റിവ്യൂ കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഓൾറെഡി നമ്മുടെ ഒരു കോറിൽ നിന്നോട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരുപാട് പുതിയ ആൾക്കാരെ കാണാൻ പറ്റി, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായി. ആൻഡ് താങ്ക് യു സോ മച്ച് തോമസ് ചേട്ടൻ, ഷൈജു ചേട്ടൻ ആൻഡ് ദാസേട്ടൻ. ഒരുപാട് എന്താ പറയുക മറക്കാൻ പറ്റാത്ത എന്താ പറയുക അനുഭവങ്ങളും എന്താ പറയുക എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ഷൂട്ടിംഗ് ഡേയ്സ് ആയിരുന്നു അത്. ആൻഡ് ഇന്നിവിടെ എനിക്ക് ഇത് മേടിക്കാൻ സാധിച്ചെങ്കിലും ഒരുപാട് സന്തോഷം. ആൻഡ് താങ്ക് യു സോ മച്ച്. ബുദ്ധിമുട്ടില്ല മറ്റേ കോഴി എൻകൗണ്ടർ സോങ് രണ്ട് വരി നമ്മുടെ കയ്യടി ഉണ്ടെങ്കിൽ പാടാം കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഭരതനാട്യത്തിനെ കുറിച്ച് പറയാം. ഭരതനാട്യത്തിലേക്ക് എത്താനുള്ള സാഹചര്യം സൈജോട്ടൻ പിടിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കൃഷ്ണദാസ് കഥ പറയും, ബാക്കി കാസ്റ്റൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മലയാള സിനിമ തിയേറ്ററിൽ പോയി കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുള്ളത് റാംജി റാവ് സ്പീക്കിംഗ് ആണ്. അതിന് മുന്നേ കണ്ടിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ ആദ്യം കണ്ട മലയാള സിനിമ തിയേറ്ററിൽ റാംജി റാവ് സ്പീക്കിംഗ് ആണ്. അപ്പോൾ തൊട്ട് എനിക്ക് സായി ചേട്ടനും അതുപോലെ മുകേഷ് ചേട്ടനും ഇന്നസെൻ്റ് ചേട്ടനും ഒക്കെ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആരാധനയിൽ അത്രയും ഉയർന്നു നിൽക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ സായി ചേട്ടനെ കാണാൻ പറ്റുമല്ലോ എന്നുള്ള ഒരു ഒറ്റ കാര്യത്തിലാണ് ഞാൻ ഭരതനാട്യം എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ വന്നപ്പോൾ സൈജോട്ടൻ പറഞ്ഞ് കഥാപാത്രം ചെറുതായിട്ടൊന്നും മാറിയിട്ടുണ്ട് അഭിരാമ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും സൈജോട്ടൻ പേര് കണ്ടപ്പോൾ അപ്പോൾ കുഴപ്പമാവും, എനിക്ക് പ്രശ്നം അയ്യോ മാറിയെന്ന് വെച്ച് ഞാൻ. പക്ഷെ എനിക്ക് മറ്റേത് ഓർമ്മയില്ലാത്തതുകൊണ്ട് അത് കുഴപ്പമുണ്ടായില്ല. ആദ്യം പറഞ്ഞ കഥാപാത്രം എനിക്ക് ഓർമ്മയില്ലായിരുന്നു, എന്തായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ സ്വാതിദാസ് ചെയ്യേണ്ട കഥാപാത്രം എനിക്ക് വരികയും എൻ്റെത് അങ്ങോട്ട് പോയി അല്ലേ, അങ്ങനെ എന്തോ ഒരു ഷഫിളാണ് നടന്നത്. അല്ല, ആക്ച്വലി ജൂഡ് ആന്റണി ആയിരുന്നു നമ്മൾ ആദ്യം വിളിച്ചത്. അപ്പം ജൂഡിന് എന്തോ 2018 എന്തോ പരിപാടികളൊക്കെ ജർമ്മനിയിലോ എവിടെ ഉണ്ടായിരുന്നു. അപ്പം ഡേറ്റ്സുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം സ്വാതിയുടെ ഇളയ അളിയൻ്റെ ക്യാരക്ടറിലായിരുന്നു അഭിരാമിനെ കാസ്റ്റ് ചെയ്തത്. അഭിരാമിനെ നമ്മൾ സുഭാഷിലേക്ക് സ്വിച്ച് ചെയ്തിട്ട് ഇവിടെ സ്വാതി കിട്ടും. എന്തായാലും നമ്മുടെ കയ്യിൽ ഭദ്രമാണല്ലോ അല്ലേ, എന്തായാലും. അപ്പോൾ പിന്നെ ബാക്കി എല്ലാവരും സുരാജ് ചേട്ടൻ, വിനയ്, അതുപോലത്തെ ആൾക്കാർ, ജഗദീഷ് ചേട്ടനായിട്ട് ഞാൻ 2-3 സിനിമകൾ ഇപ്പോൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ജഗദീഷ് ചേട്ടനും ഞാനും നല്ല സുഹൃത്തുക്കളായി കഴിഞ്ഞു ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ. അങ്ങനെ സുഭാഷ് എന്ന് പറഞ്ഞ കഥാപാത്രം ഭരതനാട്യത്തിൽ ജനിക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞിട്ട് സൈജോട്ടനെ ഞാൻ ഒരു ഡബ്ബിങ് സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടപ്പോൾ സൈജോട്ടൻ പറഞ്ഞു, പിന്നെ ഞാൻ ആക്ച്വലി സൈജോട്ടോട് എന്ത് പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. കാരണം പടം അത്ര നല്ല രീതിയിൽ പോയില്ലല്ലോ. അപ്പോൾ ഇറ്റ്സ് ഓക്കെ ഡോണ്ട് വറി എന്നൊക്കെ പറയാൻ വേണ്ടി പോകുമ്പോഴേ സൈജോട്ടൻ പറഞ്ഞു നമ്മൾ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതൊരു അത്ഭുതമായിരുന്നു. അപ്പോൾ ആ അത്ഭുതം ഇപ്പോൾ സംഭവിച്ചു, അതൊരു വലിയ സക്സസ് ആയി. സുഭാഷ് സീനിയറും ജൂനിയറായിട്ട് 2 സുഭാഷുമാർ കേരളത്തിലുണ്ടായി. ഇപ്പോൾ ആൾക്കാർ സുഭാഷ് എന്ന് വിളിക്കുമ്പോൾ ഞാനും തിരിഞ്ഞു നോക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. തോമസ് ചേട്ടന് താങ്ക് യു സോ മച്ച്. തോമസ് ചേട്ടൻ, സൈജോട്ടൻ, കൃഷ്ണദാസ്, ഇതിൻ്റെ ഛായാഗ്രാഹകൻ ബബ്ലു, ബാക്കി എൻ്റെ സഹ അഭിനേതാക്കൾ, ബിന്ദു ചേച്ചി നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ആരും പറയണ്ടല്ലോ, രജനി ചേച്ചി, ശ്രീ ചേച്ചി, ദിവ്യ, ശ്രുതി, എല്ലാവരോടും നന്ദി. താങ്ക് യു ഓൾ, വെരി ഹാപ്പി ടു ബി ഹിയർ. താങ്ക് യു ഓൾ. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഒരു കയ്യടി. സന്തോഷമുള്ള ഒരു സായാഹ്നം അതിൽ പങ്കെടുക്കാൻ സാധിച്ചു, വളരെയധികം സന്തോഷം. ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയത്. കാരണം 30 വർഷത്തോളമായി മലയാള സിനിമയിൽ വന്നിട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നല്ല കഥാപാത്രങ്ങളായിരുന്നു, ശ്രദ്ധിക്കപ്പെട്ടതുമായിരുന്നു. ഒരു മുഴുനീള കഥാപാത്രത്തെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടില്ല. എന്നെ തേടി വന്നപ്പോൾ ഒരിക്കൽ ഷൈജു കുറുപ്പ് ഒരു സുരേഷ് ഏട്ടൻ്റെ മകളുടെ കല്യാണത്തിൽ പറഞ്ഞു, കണ്ടിച്ചിട്ടാ ഒരു വിളി വരും കേട്ടോളണം. ഷൈജു അങ്ങനെ അനാവശ്യമായിട്ട് ഒരിക്കലും ഒരു ഗോസിപ്പ് പറയാത്ത ആളാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നല്ല സംഭവമായിരിക്കും. ഒരു ദിവസം എന്നെ അതിൻ്റെ ഡയറക്ടർ കൃഷ്ണദാസ് എന്നെ വിളിച്ചു.
ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയദർശൻ സാറിൻ്റെ ഒരു ഷൂട്ട് നടക്കുകയാണ്, ഞാനത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അവിടെ വന്നു എന്നോട് ക്യാരക്ടർ കൊടുക്കും. ആദ്യമായിട്ടാണ് ഞാൻ മലയാള സിനിമയിൽ ഒരു കഥാപാത്രം എൻ്റെ അടുത്ത് നിന്ന് പറയുന്നത്. അപ്പോൾ വളരെ സന്തോഷം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു കഥാപാത്രം എനിക്ക് കിട്ടുമെന്നോ. അത് OTT-യിൽ സക്സസ് ആയി. മോഹിനിയാട്ടം നിങ്ങൾ ഏറ്റെടുത്തു. അപ്പോൾ എൻ്റെ ഒരു പേരുണ്ടായിരുന്നു, അതെനിക്ക് കളഞ്ഞു കിട്ടി ഇല്ലേ, വഴിപോക്കൻ. അത് മാറിക്കിട്ടി എന്ന് വിചാരിക്കുന്നു. ഇപ്പോഴും വിളിക്കുന്നുണ്ട് ആൾക്കാർ. പിന്നെ ഈ ഇത്രയും വലിയ വലിയ ആളുകളുടെ മുമ്പിലിരുന്ന് ഈ വേദിയിൽ പങ്കിടാൻ സാധിച്ചതും ഈ മൊമെന്റ് വാങ്ങിക്കാൻ സാധിച്ചതും വളരെയധികം സന്തോഷം. മറ്റൊരു കാര്യം കൂടി, എൻ്റെ വളർച്ചയിൽ എന്നെ സഹായിച്ച ഒരാൾ കൂടിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം മുതൽ എനിക്ക് അദ്ദേഹത്തെ അറിയാം, മുഖചിത്രം തൊട്ട്. അദ്ദേഹം എൻ്റെ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാൻ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് കഥാപാത്രങ്ങൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയിലും മറ്റു സിനിമയിലും അദ്ദേഹം റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. മിനി സ്ക്രീനിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു കഥാപാത്രത്തെ തന്നെ ജനങ്ങളുടെ മൈലേജ് ഉണ്ടാക്കി തന്നാണ്. വേറെ ആരുമല്ല, രജപുത്ര രഞ്ജിത്തേട്ടൻ. അദ്ദേഹത്തിൻ്റെ വാനമ്പാടി സീരിയലിൽ ഞാൻ നല്ലൊരു കഥാപാത്രം അദ്ദേഹം എനിക്ക് തന്നു. അപ്പം എൻ്റെ വളർച്ചയിൽ ഒരുപാട് സഹായിച്ച പലരുടെ കൂട്ടത്തിൽ രഞ്ജിത്തേട്ടനുണ്ട്. ഏതായാലും വളരെയധികം സന്തോഷം എനിക്ക് ഈ കഥാപാത്രം തന്ന നമ്മുടെ കൃഷ്ണദാസിനും അതിൻ്റെ നിർമ്മാതാക്കളായ തോമസ് ജിക്കും ഷൈജു കുറുമ്പനും. ഷൈജുവൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങളുള്ള ബന്ധം. അദ്ദേഹത്തിനൊക്കെ വളരെയധികം നന്ദി. അതുപോലെ എൻ്റെ കൂടെ സഹകരിച്ച എൻ്റെ സഹയാത്രകർ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും, ചേച്ചി, എൻ്റെ വൈഫായിട്ട് അഭിനയിച്ച ദിവ്യ, ശ്രുതി, അങ്ങനെ തുടങ്ങി ഓരോരുത്തരെയും ഞാൻ ഈ സമയത്ത് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സായേട്ടൻ്റെ കൂടെ അഭിനയിക്കാൻ സാധിക്കാതെ സായേട്ടൻ്റെ കൂടെ ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. എങ്കിലും ഈ പടത്തിൽ അഭിനയിക്കാൻ സാധിച്ചു. സായേട്ടൻ എന്നെ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു, എടാ നിന്റെ ജീവിതത്തിൽ നിനക്ക് കിട്ടിയ ഒരു നല്ലൊരു കഥാപാത്രമാണെന്ന് പറഞ്ഞു. അപ്പോൾ സായേട്ടനോടും ഒക്കെ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നന്ദി മാത്രമേ എനിക്ക് പറയാനുള്ളൂ തോമസ് സാറിനോടും സൈജുവിനോടും. എൻ്റെ കൂടെ കുടുംബമായിട്ട് എൻ്റെ കൂടെ അഭിനയിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ഐ എം ജസ്റ്റ് എ സ്റ്റാർട്ടർ. ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ട് ഇപ്പോഴാണ് കുറച്ച് അഭിനയത്തിലേക്ക് കയറിയിരിക്കുന്നത്. സോ സായേട്ടൻ, കലച്ചേച്ചി, എല്ലാ ജഗദീഷ് ചേട്ടൻ, എല്ലാവരുടെ കൂടെയും അഭിനയിക്കാൻ എനിക്കൊരു അവസരം തന്ന കൃഷ്ണദാസിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ മക്കളായിട്ട് അഭിനയിച്ച എൻ്റെ മക്കളെ ഇപ്പം നമ്മളൊരു കുടുംബമാണല്ലോ. ട്വിൻസിൽ ഒരാൾ വളരെ എന്താ പറയുക സപ്പോർട്ടീവായിരുന്നു. ഞങ്ങൾ വളരെ സ്നേഹത്തിലായിരുന്നു. ഞങ്ങളുടെ അവിടുത്തെ പെരുമാറ്റം എല്ലാം തന്നെ ഒരുപാട് എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു സെറ്റായിരുന്നു ഇത്. സോ ഐ താങ്ക് എവ്രി വൺ. തേർഡ് പാർട്ടിലും രുക്മണിയമ്മ ഉണ്ടാവട്ടെ എന്ന് ഞാനും ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വൺസ് അഗൈൻ. ചേച്ചിയുടെ കണ്ണൂർ ആക്സന്റ് ഭയങ്കര ക്യൂട്ടാണ്. കണ്ണൂർ ആക്സന്റിൽ എന്തെങ്കിലും ഒന്ന് മലബാർ ആക്സന്റില്? അതെന്തായോ, ഞാൻ കണ്ണൂർക്കാരിയാണ്. അതുകൊണ്ട് വലിയ പ്രത്യേകതയൊന്നുമില്ല. എൻ്റെ അടുത്ത് ഡയറക്ടർ ചോദിച്ചിരുന്നു പിന്നെ തിരുവനന്തപുരം ഭാഷ പറയാൻ പറ്റുമോന്ന്. അപ്പം ഞാൻ പറഞ്ഞു ആരെങ്കിലും പറഞ്ഞു തന്നാലും പറയാം. എനിക്കായിട്ട് അങ്ങനെ അത്ര വലിയ തിരുവനന്തപുരം ഭാഷ എനിക്ക് വശമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു ചേച്ചിക്ക് ഏത് ഭാഷയാണ് നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കണ്ണൂർ തലശ്ശേരി ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. കാരണം അത് ഞാൻ ജനിച്ചത് കണ്ണൂരാണ്. അത് കാരണം കണ്ണൂർ ഭാഷയിൽ പറയാൻ എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം അത് അത്രയും വലിയ കാര്യമൊന്നുമല്ല. അതുകൊണ്ട് എനിക്ക് എളുപ്പത്തിൽ അങ്ങ് പറയാൻ പറ്റീന്. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഒരുപാട് സന്തോഷത്തിലാണെന്ന് അറിയാം. അതേപോലെ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട ആളുകളാണ്. സിനിമ കണ്ട് ഇതിനെക്കാട്ടും വലിയ വേറൊരു കോമഡി പറയാനുണ്ടല്ലോ. കഴിഞ്ഞ മാസം ഞാൻ സിനിമ കണ്ടിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് ഇരിക്കുകയായിരുന്നു വയനാട്ടിൽ. ഇപ്പോൾ ഇരിക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ മോഹിനിയാട്ടത്തിനെ കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സൈജുഭായ് എൻ്റെ സുഹൃത്താണ്, വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഫോൺ ചെയ്തിട്ട് അവരെല്ലാവരും സൈജുഭായിൻ്റെ അടുത്ത് സംസാരിച്ച് വയ്ക്കാൻ നേരത്ത് പിന്നെ സൈജുഭായ് പറഞ്ഞു 26-ാം തീയതി സെലിബ്രേഷൻ ഉണ്ട്, വരണേ എന്ന് പറയാം. ഞാൻ പറഞ്ഞാൽ വരാം, 28 വരണേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അടിമാലിയിലായിരുന്നു. കറക്റ്റ് 28-ന് ഞാൻ
അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഞാൻ അടിമാലി വിട്ട് ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാൻ സൈജുബായിനെ വിളിച്ചു. എവിടെയാണ് ഈ പ്രോഗ്രാം നടക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിളിച്ച പുള്ളി തായ്ലൻഡിലാണ്. അപ്പോൾ പറഞ്ഞ അടുത്ത മാസമാണെന്ന്. അപ്പം ഞാൻ കഴിഞ്ഞ മാസം ഇറങ്ങിയ ആളാണ്. ഒരുപാട് സന്തോഷം. കലാരഞ്ജൻ ചേച്ചി ഭയങ്കര അടിപൊളിയായിരുന്നു. ഒരുപാട് എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ ഒരുപാട് ചിരിച്ച് സന്തോഷിച്ച ഒരു സിനിമയായിരുന്നു. അപ്പം അതിൻ്റെ ഈ ഒരു ദിവസം ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ നിൽക്കാൻ പറ്റിയവരും ഒരുപാട് സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ മിക്കവാറും നൈറ്റ് ഇട്ടുകൊണ്ട് വന്നാലേ ആ ക്യാരക്ടറായിട്ട് വന്നാലേ അറിയുള്ളൂ എന്നൊക്കെയാണ് വിചാരിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. മുൻപൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഹാർട്ട് അല്ലെങ്കിൽ നന്നായിട്ടുണ്ടെന്നൊക്കെ കിട്ടുന്ന സ്ഥാനത്ത് ഇപ്പോൾ മെനകെട്ട സ്ത്രീ എന്നൊക്കെയാണ് കമൻറ്റ് വരുന്നത്. കൃഷ്ണദാസ് സാർ, താങ്ക് യു. എന്തൊരു മെനകെട്ട സ്ത്രീയാണിത്. അതിൻ്റെ അവസാനം ഒരു ഹാർട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ആളുകൾ സ്നേഹത്തോടെ എന്നെ മെനകെട്ട സ്ത്രീയായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. കൃഷ്ണദാസ് സാർ, വീണ്ടും താങ്ക് യു. അപ്പോൾ സോജ എന്നൊരു ക്യാരക്ടർ അത് അത്രയും വിജയം ആഗ്രഹിച്ച് വിജയത്തിലേക്ക് എത്തി വലിയൊരു വിജയമായി ഇനി അതിനപ്പുറം വിജയങ്ങളെ നേരിടാൻ പോകുന്ന അല്ലെങ്കിൽ ഏറ്റെടുക്കാൻ പോകുന്ന ഒരു വലിയ ടീമിൻ്റെ ഒരു ചെറിയ ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷം. ശ്രുതിയോടും ദിവ്യയോടും നന്ദി പറഞ്ഞില്ലെങ്കിൽ എന്നെ പഞ്ചറാക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടും ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം ഈ ഒരു സായാഹ്നം ചെലവഴിക്കാൻ പറ്റിയതിലും സന്തോഷം. ഒപ്പം ഇത് നേടാൻ പറ്റിയതിലും സന്തോഷം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. താങ്ക് യു. സൈജിക്കുറുപ്പേട്ടനും തോമസ് തിരുവല്ലേട്ടനും കൃഷ്ണദാസ് മുരളിച്ചേട്ടനും എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത അമ്മമാരും ചേച്ചിമാരും അളയന്മാരും ബേബി അവരാകട്ടെ നന്ദിച്ചേട്ടൻ സ്വാതി ബ്രോ എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ നമ്മുടെ ഭരതനാട്യം മോഹിനിയാട്ട കുടുംബത്തിന് വലിയൊരു നന്ദി. നിങ്ങളെല്ലാവരും വീണ്ടും കാണാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. ഈ തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോൾ തേങ്ങ അടിക്കുമ്പോഴും ഉരുളുമ്പോഴൊക്കെ ഞാൻ പൊതുവെ അമ്പലത്തിലൊന്നും പോകാത്തൊരാളാണ്. അപ്പോൾ ഞാൻ ദാസോട് പറഞ്ഞു, ഉരുട്ടിയല്ലടാ എന്നെ. പറഞ്ഞു നല്ലതിനല്ലേ. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഈ ഉരുണ്ടതിനുള്ള ഫലം ഈ പടത്തിൽ കാണും എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അത് അതുപോലെ തന്നെ സംഭവിച്ചു. എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്താ പറയാ, ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ എന്തൊക്കെയോ പറയണം എന്നൊക്കെ വിചാരിച്ചു വന്നു, പക്ഷെ ഭയങ്കര എക്സൈറ്റഡ് ആയിപ്പോയി. ഈ പറഞ്ഞ പോലെ ഭരതനാട്യത്തിന് സമയത്ത് ഞങ്ങൾ ഒരു സക്സസ് മീറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അപ്പോൾ ഞങ്ങൾ സത്യം പറഞ്ഞാൽ വിചാരിച്ചില്ല ഇങ്ങനെ ഒരു വലിയൊരു സക്സസ് ആയിട്ട് മോഹിനിയാട്ടം എന്ന് പറഞ്ഞൊരു പടം വരുന്ന പോലും ഞങ്ങളുടെ ചിന്തകളിൽ പോലും പോയില്ലായിരുന്നു. അപ്പോൾ ദാസേട്ടൻ ഇത് പറയുമ്പോൾ എന്തായിരിക്കും മോഹിനിയാട്ടം എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കഥ പറഞ്ഞപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതിൻ്റെ സക്സസ് മീറ്റിന് നിൽക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ഇങ്ങനെ ഒരു ഫാമിലിയെ കിട്ടിയതാണ് ഏറ്റവും വലിയ സന്തോഷം. എന്താ പറയുക, കലച്ചേച്ചിയുടെ കൂടെയും സായി സാറിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത്. എല്ലാവരും ഉണ്ട്, ജഗദീഷ് ചേട്ടൻ, ഇത്രയും സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ അഭിനയിക്കാൻ പറ്റി. ഈ പടം ഇത്രയും വലിയൊരു വിജയമായി. ഒരുപാട് സന്തോഷം. ഇവിടെ വിജയ് ബാബു സാർ ഉണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ജൂൺ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് സിനിമ. അതിൻ്റെ 100 days സെലിബ്രേഷൻ ഇതുപോലെ എനിക്കൊരു മൊമെൻറ്റ് കിട്ടിയതാണ്. അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ സക്സസ്സിന് നിൽക്കുമ്പോഴും ഞാൻ അതൊക്കെ ഓർത്തു. ആക്ച്വലി ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട് ഇവിടെ നിൽക്കുമ്പോൾ. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, ഞാൻ പറയാൻ വെച്ചതൊക്കെ ശ്രുതി പറഞ്ഞു. എന്തായാലും വളരെ നല്ലൊരു കുടുംബത്തിനെ കിട്ടി. അതോടൊപ്പം ഒത്തിരി സീനിയർ ആർട്ടിസ്റ്റുകളിലൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചു. മിഥുൻ്റെ 1-2 സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം മിഥുൻ ഇവിടെ ഉള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അതുപോലെ അറിയില്ല എന്താ പറയേണ്ടതെന്ന്. ഒരുപാട് സന്തോഷവും അഭിമാനവും. താങ്ക് യു സോ മച്ച്. ശരിക്കും ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ കൂടിയാണ് അഭിനയിച്ചത്. അപ്പം അത് മാത്രമല്ല, ഒരുപാട് നല്ല അടിപൊളി കോമഡി മൊമെന്റ്സ് ഒക്കെ നമ്മൾ ശരിക്കും ആസ്വദിച്ചു. ഇപ്പൊ സെറ്റിലും അതിനേക്കാളൊക്കെ എൻജോയ്മെന്റ് ഉണ്ടായി കാണും അല്ലേ? എന്തെങ്കിലും ഒരു നമുക്ക് വേണ്ടി ഷെയർ ചെയ്യാമോ? അയ്യോ, അങ്ങനെ ചോദിച്ചാൽ അറിയില്ല. നമ്മള്
എല്ലാവരും ഒരു ഫാമിലി ആയിരുന്നു. ഇപ്പം ഈ പറഞ്ഞ പോലെ സിനിമ കഴിഞ്ഞപ്പോൾ നമുക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം സൈജുവിനെ മറ്റൊരു സിനിമയുടെ ഇതിനെ കണ്ടപ്പോൾ ഞാൻ പറയുമായിരുന്നു, കുടുംബത്തിൽ ഒരാളെ കണ്ട സന്തോഷമാണ്. ആരും വേറെ അറിയാത്ത ആൾക്കാരുള്ളപ്പോൾ അയ്യോ എൻ്റെ ആങ്ങളെ കണ്ടു എന്നുള്ളൊരു ഫീലായിരുന്നു സത്യത്തിൽ. ഞാൻ അനുവിനോടും പറഞ്ഞു, സൈജുവിൻ്റെ വൈഫിനോട്. അതുപോലെ നമ്മുടെ കുടുംബത്തിലുള്ള ആരെ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ്, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ കാണുന്നു എന്നുള്ളൊരു സന്തോഷമാണ്. അപ്പം അങ്ങനെ അനുഭവങ്ങൾ പറയാനാണെങ്കിൽ കുറേ ഉണ്ട്, പക്ഷെ ഇപ്പം എനിക്ക് ഓർമ്മ വരുന്നില്ലൊന്നും. താങ്ക് യു വെരി മച്ച് ചേച്ചി. എല്ലാവർക്കും നമസ്കാരം. 2024 ഓഗസ്റ്റ് 30 ഭരതനാട്യം കേരളത്തിലെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. എന്നാൽ വളരെ പ്രതീക്ഷയോടുകൂടി, വളരെ ആഹ്ലാദത്തോടുകൂടി ഇതിൻ്റെ ഡയറക്ടർ കൃഷ്ണദാസ് മുരളിയും അതുപോലെ തന്നെ സൈജു കുറുപ്പും നമ്മുടെ സായി ചേട്ടനും ഞങ്ങളെല്ലാവരും ചേർന്ന് ഈ സിനിമ തിയേറ്ററുകളിൽ ഇറക്കിയപ്പോൾ നമ്മുടെ പ്രതീക്ഷിച്ച പോലുള്ള ഒരു വിജയം തിയേറ്ററുകളിൽ നിന്നുണ്ടായില്ല. വളരെ ദുഃഖത്തോടുകൂടി തിയേറ്ററിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുന്ന ഒരു പറ്റം കലാകാരന്മാരെയും അതിൻ്റെ അണിയറ പ്രവർത്തകരെയുമാണ് 2024 ഓഗസ്റ്റ് 30 കണ്ടത്. ആ സങ്കടത്തോടുകൂടി നിൽക്കുമ്പം ഒരു കാര്യം ഞങ്ങൾ തീരുമാനിച്ച്, ഇത്രയും നല്ലൊരു സിനിമ ചെയ്തിട്ട്, ചെറിയ സിനിമയാണ്, നമ്മുടെ മലയാളി പ്രേക്ഷകർ കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയിൽ 27 ദിവസം കഴിഞ്ഞപ്പോൾ ആമസോണിൽ പേപ്പർ വ്യൂ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ആ സിനിമ റിലീസ് ചെയ്തു. എന്നാൽ നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾക്കപ്പുറമായി ഓരോ ഭവനങ്ങളിലും ഭരതനാട്യം 1, 2, 3 തവണ തിയേറ്ററിൽ കളിക്കുന്നത് പോലെ ഓടാൻ തുടങ്ങി. വളരെയേറെ അപ്രിസിയേഷൻ ലഭിക്കുകയുണ്ടായി. ആ ഒരു സന്തോഷവും ഊർജവും വീണ്ടെടുത്ത് ഞങ്ങൾ തീരുമാനിച്ചു, നമുക്കിതെന്തുകൊണ്ട് നമ്മളുടെ ഈ തോൽവിയിൽ നിന്നും ഒരിക്കൽ കൂടി തിയേറ്ററിൽ ഒരു വിജയം കണ്ടെത്തിക്കൂടാ എന്നൊരു ചിന്ത ഞങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായി. ഇത് ഡയറക്ടർ കൃഷ്ണദാസ് മുരളിയോട് പങ്കുവെച്ചപ്പോൾ ദാസൻ പറഞ്ഞത്, ഒന്നാമത് നമ്മൾ മാനസികമായിട്ട് തകർന്നു നിൽക്കുക, വീണ്ടും ഒരു തകർച്ച കൂടെ നേരിടണോ എന്ന് ചോദിച്ചു. എന്നാൽ എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അദ്ദേഹം എഴുതി തുടങ്ങി. ആ എഴുത്ത് നവംബർ 8, 2025 തലശ്ശേരിയിൽ ക്ലാപ്പടിച്ച് മോഹിനിയാട്ടം തുടങ്ങി. അങ്ങനെ ഭരതനാട്യം ടു മോഹിനിയാട്ടം ഒരു വലിയ യാത്ര തുടങ്ങി. ആ യാത്ര ഏപ്രിൽ 10 കേരളത്തിലെ തിയേറ്ററുകളിൽ 2026 ഏപ്രിൽ 10 വിഷുവിന് തിയേറ്ററുകളിൽ തുടങ്ങി. അതൊരു വലിയൊരു സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും നിമിഷമായിരുന്നു. ഇപ്പോൾ സായി ചേട്ടൻ കടന്നു വന്നപ്പോൾ പറയുമായിരുന്നു, ഞാൻ അഭിനയിക്കാതെ ഇതിൽ നായകനായി അഭിനയിച്ചു എന്നാണ് സായി ചേട്ടൻ പറയുന്നത്. ആ ഒരു സ്ഥിതിയിലാണ് മോഹിനിയാട്ടം ഓരോ ഭവനങ്ങളിലും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് നിങ്ങളെയൊക്കെ ഇന്നിവിടെ സ്വാഗതം ചെയ്യുന്നത്. നല്ല സിനിമകൾ കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൈജു കുറുപ്പ് എന്ന നടൻ അദ്ദേഹത്തിൻ്റെ 20 വർഷം പൂർത്തിയാക്കുമ്പോൾ 150ാമത്തെ സിനിമയായിട്ടാണ് മോഹിനിയാട്ടം നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചത്. അങ്ങനെ ആ സിനിമ ഓരോ തിയേറ്ററുകളിലും ഞങ്ങൾ പോകുമ്പോൾ ഹൗസ്ഫുള്ളായി അവിടെ നിന്ന് പ്രേക്ഷകർ കൈയടിച്ച് ചിരിച്ച് ഉല്ലസിച്ചിറങ്ങി പോകുമ്പോൾ തികച്ചും മലയാള സിനിമയ്ക്ക് സന്തോഷിക്കാം. കാരണം ഇന്നൊരു പ്രേക്ഷകൻ ഒരു സിനിമ കാണാൻ തിയേറ്ററിൽ വരുമ്പോൾ അവർ ഒരു 100 രൂപ 200 രൂപ മാത്രമല്ല മുടക്കേണ്ടത്. ഒരു കുടുംബമായിട്ട് വരുമ്പോൾ അവർക്ക് അന്ന് 2 കുട്ടികളും അച്ഛനും അമ്മയും വരുമ്പോൾ 1000 രൂപയോടും ചിലവാണ് തിയേറ്ററുകൾ വരുമ്പോൾ. അവർക്ക് അതിനുള്ള ആഹ്ലാദം അല്ലെങ്കിൽ ഒരു സന്തോഷം കൊടുക്കുവാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞു എന്നോർക്കുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ കൂടുതൽ സംസാരിച്ച് നീട്ടുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് മലയാള സിനിമയിൽ കേരളത്തിലെ നേതൃത്വ നിരയിലുള്ള എല്ലാവരും ഈ വേദിയിലുണ്ട്. ഓരോരുത്തരുടെയും പേര് ഞാൻ എടുത്തു പറയുന്നില്ല. ചേംബറിൻ്റെ പ്രസിഡൻ്റുണ്ട്, അതുപോലെ തന്നെ കേരള ഫിലിം അസോസിയേഷൻ്റെ സെക്രട്ടറിയുണ്ട്, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന മുഴുവൻ ആളുകളുമുണ്ട്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഭരതനാട്യം ടു മോഹിനിയാട്ടത്തിൻ്റെ പേരിൽ, ഈ കുടുംബത്തിൻ്റെ പേരിൽ നിങ്ങളെ ഇവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തായി എനിക്ക് സ്വാഗതം പറയാനുള്ളത് ഇതിലെ ആർട്ടിസ്റ്റുകളാണ്, ഇതിൽ അഭിനയിച്ചവർ. സായി ചേട്ടൻ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയാം, പക്ഷേ ഈ സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. സായി ചേട്ടനെ വിളിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ പറഞ്ഞു ചേച്ചിയെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 2 പേരും കൃത്യമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം സായി ചേട്ടന്
ഹൃദയം നിറഞ്ഞ ഒരു സ്വാഗതം നേരുന്നു. അതോടൊപ്പം ഈ കുടുംബത്തിലുള്ള എല്ലാവരെയും, ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല, എല്ലാവരെയും, കുടുംബം ഒന്നടങ്കം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനിയും ഇവിടെ എത്തിയിരിക്കുന്ന മലയാള ചലച്ചിത്ര മേഖലയിലെ പ്രശസ്തരായ ഡയറക്ടേഴ്സുണ്ട്. അവരെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നീട് ഒരു കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഈ മോഹിനിയാട്ടത്തിലെ ഏറ്റവും കൂടുതൽ ഞങ്ങളോടൊപ്പം നിന്ന കലാകാരനാണ് സന്തോഷ് ചേട്ടൻ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സന്തോഷ് ചേട്ടൻ എത്ര നന്ദി പറഞ്ഞാലും ആ സമയം തീരത്തില്ല. കാരണം ഓരോ തിയേറ്ററുകളിൽ നിന്നും തിയേറ്ററുകളിലേക്ക് സന്തോഷ് ചേട്ടൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് തിയേറ്റർ വിസിറ്റിന് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ സിനിമയുടെ ആദ്യം തൊട്ട് അവസാനം വരെ ഇതിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ച സന്തോഷ് ചേട്ടൻ, നമുക്കൊക്കെ അറിയാം, സന്തോഷ് ചേട്ടൻ ഒരു അപകടത്തിലാണ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയത്. സന്തോഷ് ചേട്ടൻ്റെ മകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മോളെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം ചെയ്യാനുള്ളത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അഭ്യോദയകാംക്ഷികൾ, അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ എല്ലാവരുമാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്ക്, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേർന്ന മീഡിയ പ്രവർത്തകർ, ഈ സിനിമയുടെ വിജയത്തിനായി അവർ ആദ്യാന്തം ഞങ്ങളോടൊപ്പം സഹകരിച്ചു. എല്ലാ മീഡിയ പ്രവർത്തകരെയും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഹോള് ഞങ്ങൾക്ക് നൽകിയ ഇതിൻ്റെ ഈ ചാവറ ഭാരവാഹികളുണ്ട്, ബഹുമാനപ്പെട്ട അച്ഛനുണ്ട്, അനിലച്ഛനെയൊക്കെ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും, ആരെയെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കണം. ഒറ്റ വാക്കിൽ എല്ലാവരെയും സന്തോഷത്തോടു കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വലിയ സന്തോഷം. കാരണം കഴിഞ്ഞ തവണ ഭരതനാട്യത്തിനൊരു സക്സസ് പാർട്ടി ഞങ്ങൾ വെച്ചിരുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തളരാതിരിക്കാൻ വേണ്ടി നടത്തിയൊരു പരിപാടിയായിരുന്നു. അത് ഞങ്ങൾക്ക് മാത്രം അറിയാവുന്ന, പുറത്തുനിന്നൊന്നും അധികം ആൾക്കാരെ വിളിക്കാതെ നടത്തിയൊരു പരിപാടിയായിരുന്നു. നമ്മളങ്ങനെ തോറ്റിട്ടൊന്നുമില്ല എന്ന് തോമസ് ഏട്ടൻ പറയാതെ പറഞ്ഞ് നടത്തിയൊരു പരിപാടിയായിരുന്നു അത്. അപ്പോൾ അതിൽ നിന്നൊരു സെക്കൻഡ് പാർട്ട് ചെയ്യാൻ പറ്റുമെന്നും ആ സെക്കൻഡ് പാർട്ടിൽ ഇതുപോലൊരു ഒറിജിനൽ സക്സസ് പാർട്ടി വരുമെന്നൊന്നും സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തോമസ് ഏട്ടനും സൈജേട്ടനും തന്നെ പോകേണ്ടത് തന്നെയാണ്. കാരണം ഈ ഒരു സിനിമ ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഭരതനാട്യം ചെയ്തു, അത് തിയേറ്ററിൽ അങ്ങനെയായി, അത് വിട്ടു. ഇനി അടുത്തത് വേറെ എന്തെങ്കിലും ആലോചിക്കാമെന്ന് കരുതിയിരുന്ന സമയത്താണ് തോമസ് ഏട്ടനും സൈജേട്ടനും പറഞ്ഞത് നമുക്ക് സെക്കൻഡ് പാർട്ട് തന്നെ ആലോചിക്കാം. ഞാൻ പറഞ്ഞു, ചേട്ടാ സെക്കൻഡ് പാർട്ടൊക്കെ ഇതിന് വേണം, അത് എങ്ങനെയൊക്കെയോ തട്ടുകടലേത് OTT രക്ഷപ്പെട്ടു പോയി, ഇനി അതിൻ്റെ മേലെ വീണ്ടും പണത്ത് ചീത്തപ്പേര് പഠിക്കാൻ നിൽക്കണോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടിയുണ്ടായിരുന്നത്. എൻ്റെയും കോറേറ്ററായിട്ട് ഇതിൽ വിഷ്ണു ഉണ്ടായിരുന്നു, വിഷ്ണു പ്രദീപ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേ കാസ്റ്റ് വെച്ചുകൊണ്ട് വേറൊരു സിനിമ ആലോചിച്ചാലോ എന്ന് ചോദിച്ചപ്പോൾ അത് ബിസിനസ്സാണല്ലോ, പുള്ളിയുടെ തലയിൽ ഉദിച്ചതാണ്, വേണ്ട നമുക്ക് ഇതിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ട് ചെയ്യാം, ആൾ വരും എന്ന് തോമസ് ഏട്ടൻ്റെ ഐഡിയ ആയിരുന്നു. സൈജേട്ടനും സപ്പോർട്ട് ചെയ്തു. എന്നാൽ പിന്നെ ഒരു കൈ നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി തുടങ്ങിയതായിരുന്നു മോഹിനിയാട്ടം. അപ്പോൾ നേരത്തെ പറഞ്ഞ തഗ് ഡയലോഗുകളാണെങ്കിലും റെഫറൻസുകളാണെങ്കിലൊക്കെ പേടിപ്പുറത്ത് വന്നിട്ടുള്ളതാണ്. ഇത് എങ്ങനെയെങ്കിലും ഓടണം എന്നുള്ളതുകൊണ്ട് പേടിപ്പുറത്ത് എഴുതി കൂട്ടിയിട്ടുള്ളതാണ്. പിന്നെ ഒരെണ്ണം ഉണ്ടായിരുന്നു, ഒരു പടം തിയേറ്ററിൽ പാളി സെക്കൻഡ് പാർട്ട് ഇറക്കി ഹിറ്റടിച്ച ഒരാൾ ഉണ്ട്, യെസ്, ഒരു അദ്ദേഹത്തിൻ്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളിയാണ് നമുക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ തൊട്ട് പിന്നെ ത്രൂ ഔട്ട് ചെയ്ത് അടിക്കുന്നു പണ്ട് നമുക്ക് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത്. അതങ്ങനെ തന്നെ സംഭവിച്ചു. വലിയ സന്തോഷം. ഒരു സിനിമ ചെയ്യുക എന്നുള്ള ആഗ്രഹം മാത്രമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, അതിനൊരു രണ്ടാമതൊരു സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളതും ആ സിനിമയ്ക്ക് ഇതുപോലൊരു പാർട്ടി വച്ചതുമൊക്കെ സൈജേട്ടൻ പറഞ്ഞ പോലെ തന്നെ അത് വലിയ സ്വപ്നമായിട്ട് തന്നെ നിൽക്കുന്നു. ഇപ്പം അടുത്ത സിനിമകളൊക്കെ ചെയ്യാനുള്ള ഇതൊക്കെ മുന്നിൽ വന്ന് നിൽക്കുന്നത് കഴിഞ്ഞ തവണ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ സന്തോഷം. ഇനി എന്തായാലും വേറെയും കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ